അരുണോദയമെന്നതുപോൽ മന്നിൽ ഗുരുവരനുദയം ചെയ്തൊരു നാളിൽ കരുണാമയമാർന്നു മുതൽക്കിയ നരചെയ്തികളിൽ നന്മകൾ വരവായി. കാരണർ തൊട്ടൊരു ജാതികളനവധി കാരണമില്ലാതേഴകളെ പല കാരണമോടെ മതിക്കുന്നതു കണ്ടാരണവേദ്യൻ ചിന്ത തുടങ്ങി. ക്ഷിതിയിൽ പല ജാതികളെന്തിനു ഇച്ഛിപ്പതു നാമൊരു ജാതിയതെന്ന് എത്ര കഥിച്ചാലതിനപ്പുറമില്ലെന്നൊക്കെ ജനത്തോടു നാരായണ ജയ ഈശ്വരനൊന്നു മനുജനു മന്നിൽ ശാശ്വതമായിട്ടതിനെ നമിക്കിൻ വിശ്വോത്പത്തി സ്ഥിതിലയകർത്ത നിശ്ചയമാനിതു നാരായണ ജയ. ഉൾക്കമലേ ഗുരുഭക്തിയുറച്ച ക്ഷിപ്രം ചേതസ ശുദ്ധമതാകും വയ്ക്കണമവിടെ ഗുരുവര പദത മുക്തിക്കതിനിതു നാരായണ ജയ. ൂഴിയിലനവധി മാമൂലുകളാൽ ചേതനയറ്റൊരു മാനുഷവർഗം ഏഴകളാം തവ സഹജന്മാരെ ദൂരയകറ്റി നാരായണ ജയ. ഋഷിവരനുദയം ചെയ്തൊരു നാട്ടിൽ ഋഷിവരരാകിയ മനുജന്മാരെ അടിമപ്പണിയായി മേലാക്കന്മാർ നരകിപ്പിച്ചിതു നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ
എന്തി ജന്മം നരജന്മമിതിന്നെന്താണിത്ര ജഗത്തിൽ വിശേഷം ചിന്തിച്ചിട്ടതിനനുസൃതമായി കർമ്മം ചെയ്യുക നാരായണ ാകിയ തോഴന്മാരെ തീണ്ടി തൊട്ടു നടന്നൊരു നിൻകൃപ ഏതൊരു മർത്യനാണു ലഭിച്ചേർവഴി കാട്ടി നാരായണ ജയ ഐഹികമതിലുള്ളാത്തി മുഴുത്തി മഹിപാലകനിവനായെന്നാലും നഹി നഹി സുഖമിങ്ങരുണാരുണമാം ശരണം ശരണം നാരായണ ജയ ഒന്നിലുമില്ലിവനുന്നമതൻ മനം എന്നിലമർന്നൻ ഗുരുദേവ നിൻ തിരുപാദ സരോരുഹമെന്നും കാണുവതെന്നേ നാരായണ ജയ നാളിൽ വരുന്നഴൽ പോവാൻ നേരെ നിൻ കൃപ ചൊരിയാനൊരു നാൾ സാരമതാകിയ താവകപാദം കാണാൻ വരമരുൾക നാരായണ ജയ ഔഷധമാണി തിരുനാമാമൃതം ഈശലകറ്റിയനുഗ്രഹമേകി ശാശ്വതമായൊരു സ്ഥാനം നൽകി ദേശികവര്യ അംബുജനയന